ഒരു കിറ്റ് പച്ചക്കറി മേടിച്ചാൽ ഒരു ലോഡ് അമരയ്ക്ക കിട്ടും. ഈ അമരയ്ക്ക കൊണ്ട് എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്ക ആൾക്കാർക്കും വലിയ പിടുത്തമൊന്നും ഇല്ല കേട്ടോ. പലർക്കും ഈ അമരയ്ക്ക ഇഷ്ടവുമല്ല. ഇതുകൊണ്ട് നല്ലൊരു കിടിലൻ മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. ഈ ഒരു മെഴുക്കുവരട്ടി മാത്രം മതി കേട്ടോ ചോറ് കഴിക്കാനായിട്ട്. അമരയ്ക്ക കുനുകുനാന്ന് അരിഞ്ഞിട്ട് ഇച്ചിരി വെള്ളവും ഉപ്പും ഇട്ടിട്ട് വേവിക്കാനായിട്ട് വെക്കുക. കുറച്ച് കൊച്ചുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും ദാ ഇതേപോലെ ഒന്ന് ചതച്ചെടുക്കുക. മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുക്കരുത് കേട്ടോ. എന്നിട്ട് ഒരു പാൻ വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് കടുകും കറിവേപ്പിലയൊക്കെ ഇട്ട് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ ചതച്ച് വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുക. കണ്ടോ അത് ദാ ഇങ്ങനെ ഇരിക്കണം കേട്ടോ. മിക്സിയിലിട്ട് കഴിഞ്ഞാൽ അങ്ങ് മൊത്തത്തിൽ അരഞ്ഞു പോവും. അപ്പോൾ അരഞ്ഞു പോകരുത്, ഇതേ ഒരു പരുവമായിരിക്കണേ. എന്നിട്ട് ഇതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക കേട്ടോ. എൻ്റെ വീട്ടിലത്തെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ വീട്ടിൽ വെളുത്തുള്ളി അങ്ങനെ ഉപയോഗിക്കാറില്ല കേട്ടോ. എൻ്റെ അച്ചാമ്മയ്ക്കൊന്നും വെളുത്തുള്ളി തീരെ ഇഷ്ടമല്ല. ഇത് എൻ്റെ ചിറ്റമാരുടെ വീട്ടിൽ ഒക്കെ പോകുമ്പോഴാട്ടോ, ഞാൻ എൻ്റെ മാമൻ്റെ വീട്ടിലും ചിറ്റയുടെ വീട്ടിലൊക്കെ പോകുമ്പോൾ അവിടെ വെക്കുന്ന ഒരു റെസിപ്പിയാണേ. എന്നിട്ട് അതങ്ങ് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ നല്ല ഇടിച്ച മുളകും കൂടി ഇട്ട് കൊടുക്കുക. അതൊന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ ഈ വേവിച്ച് വെച്ചേക്കുന്ന അമരക്കയും കൂടി ഇട്ട് കൊടുക്കുക. കാര്യം കഴിഞ്ഞില്ല കേട്ടോ. നൈസായിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഇതേപോലെ ആക്കി എടുക്കുക കേട്ടോ. അതിനുശേഷം ഞാൻ ചോറെടുക്കുകയാണേ. എനിക്ക് അമരക്ക കണ്ടപ്പോൾ തന്നെ വിശപ്പ് തുടങ്ങി. അപ്പോൾ ഇന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ലഞ്ചായിരുന്നു. എനിക്ക് വയ്യാത്തത് കൊണ്ട് പനി ഇതുവരെ മാറിയിട്ടില്ല. അങ്ങനെ ഒരിച്ചിരി പുളിശ്ശേരിയും ഈ അമരയ്ക്ക തോരനും ഈ ഒരു മുട്ട വറുത്തതും ആട്ടോ. ഈ അമരയ്ക്ക തോരൻ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല കിടിലൻ അമരയ്ക്ക തോരനാണ്. ഇത് മാത്രം മതി ചോറ് കഴിക്കാൻ. ഞാൻ വെറുതെ പറയുകയല്ല കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.